എൻ കണ്ണേ കാതലേ. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഇല്ല, അവൻ എഴുന്നേറ്റിട്ടില്ല. ഒരു നിമിഷം പാറുവിന്റെ ശ്വാസം നേരെയായി. എന്തായാലും ഇങ്ങനെ കിടന്ന് അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് പറ്റില്ല. അവനുണരു മുന്നേ എഴുന്നേറ്റ് പോയേ പറ്റൂ. കടവുളെ, ഇതൊക്കെങ്കിലും കൂടെ നിൽക്കണേ. മുകളിലേക്ക് നോക്കി നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ കൈകൾ പതിയെ എടുത്തു മാറ്റാൻ ശ്രമിച്ചതും സിണുങ്ങിക്കൊണ്ട് അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളിലേക്ക് തന്നെ മുഖം പൂഴ്ത്തിയതേ ശ്വാസം നിലച്ച പോലെ പാറു വിറച്ചുപോയി. അവന്റെ നാവിന്റെയും ചുണ്ടിന്റെയും തണുപ്പ് കൂടെ അവിടെ അറിഞ്ഞതും പാറുവിന്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങിയ ശബ്ദത്തെ അടക്കി നിർത്തി പില്ലോയിലേക്ക് അവൾ മുഖം അമർത്തി വെച്ചു. നിമിഷങ്ങൾക്ക് അവന്റെ ചലനം നിന്നറിഞ്ഞതും പാറൂന്ന് കിതച്ചുകൊണ്ട് താഴേക്ക് നോക്കി. ഇല്ല, അവൻ മയക്കം തന്നെയാണ്. പാറുമെല്ലാം അവന്റെ അടുത്തുനിന്ന് നീങ്ങി മാറിയതും കുറുകിക്കൊണ്ട് അവൻ തിരിഞ്ഞിടുന്നതേ അവൾ സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഇനിയും കിടന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും ശബ്ദമുണ്ടാക്കാതെ പാറു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് താഴെ കിടന്ന ദാവണി സ്കേർട്ട് എടുത്ത് വേഗം നെഞ്ചോട് ചേർത്ത് കെട്ടി. അവനെ ഒന്നുകൂടെ നോക്കി ബാത്റൂം ലക്ഷ്യമാക്കി പതിയെ അവൾ വേച്ച് നടന്നു. തലയിലെ വേദനയ്ക്കൊപ്പം ആദ്യ സംഗമത്തിന്റെ ഫലമായി അവൾക്ക് നല്ല വേദന തോന്നി. നല്ല തണുത്ത വെള്ളം തലയിലേക്ക് വീണതും തലവേദനയ്ക്ക് ഒരു ശമനം എന്ന പോലെ പാറു ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു. ശരീരത്തിന്റെ പല ഭാഗവും വെള്ളം വീണപ്പോൾ നീറി തുടങ്ങിയതേ പെണ്ണിന്റെ ചുണ്ടെന്ന് കൂർത്തു. കഴുത്തിലും നെഞ്ചിലും വയറ്റത്തുമെല്ലാം ചുവന്ന് കിടക്കുന്ന അവന്റെ കൈയുടെയും പല്ലിന്റെയും പാടിലേക്ക് നാണത്തോടെ നോക്കി അവൾ പിറുവിറുത്തു. കുളി കഴിഞ്ഞ് ബാത്റൂം ഡോർ തുറന്ന് തലയിട്ട് പാറു ബെഡിലേക്ക് നോക്കി. കമിഴ്ന്നു കിടന്ന് പൂരൊറക്കം തന്നെയാണ് അവൻ. തെല്ലൊരു ആശ്വാസത്തോടെ ഒരു ടവലും ചുറ്റി ഇറങ്ങിയവൾ ഉടനടി ഷെൽഫിൽ നിന്ന് വേണ്ട ഡ്രസ്സും എടുത്ത് റിസ്ക് എടുക്കാൻ നിൽക്കാതെ ബാത്റൂമിൽ തന്നെ തിരിച്ചു കയറി. സ്കൈ ബ്ലൂ കളർ ഹാഫ് മിഡിയും ടോപ്പുമാണ് അവൾ ധരിച്ചത്. പമ്മി പൂച്ചക്കുട്ടിയെ പോലെ പുറത്തേക്ക് ഇറങ്ങി വന്നവൾ ഡോറിൽ കേട്ട ആഞ്ഞ തട്ടലിൽ ഞെട്ടിപ്പിടഞ്ഞ ഇതിനെ നോക്കി. എവിടെ? അവിടെ ആനകുത്തി എഴുന്നേൽക്കാത്ത ഉറക്കാണ്. അത്രക്ക് ക്ഷീണമുണ്ട് ചെക്കന്. പാറു വേഗം ചെന്ന് വാതിൽ തുറന്നതേ മുന്നിൽ 2 കപ്പ് കാപ്പിയും പിടിച്ചു നിൽക്കുന്ന സാറയെ നോക്കി അവൾ വിളറിയൊന്ന് ചിരിച്ചു. എന്നതാണ് പാറു കൊച്ചിന്റെ മുഖത്തൊരു വല്ലായ്മ? ഇന്നലത്തെ കെട്ടൊന്നും ഇറങ്ങിയില്ലേ? സാറെ കളിയോടെ ചോദിച്ചതേ പാറുവിന്റെ ചുണ്ടുകൾ കൂർത്തു. സുമ്മ കിണ്ടൽ പണ്ണാതാക്കാം, നീങ്ക സൊല്ലിതാനേ ഞാൻ എന്താ കരിക്ക് കുടിച്ചേ? അതിന് ഞാൻ അറിഞ്ഞെന്റെ പെണ്ണെ ആവറ്റുകൾ അതിൽ വലിയപ്പച്ചന്റെ വാറ്റുകൂടി മിക്സ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നതായാലും കഴിഞ്ഞു. ഇന്ന് ഈ കോഫി അങ്ങോട്ട് കുടിച്ചോ, ക്ഷീണങ്ങ് മാറട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിട്ടോ താഴേക്ക്. ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല. അല്ല, കൊച്ചു എഴുന്നേറ്റോ? കോഫി അവളുടെ കയ്യിലെടുത്തുകൊണ്ട് സാറയുടെ ചോദ്യത്തിൽ അവൾ പെട്ടെന്നൊന്ന് പതറി. ഇല്ലക്ക, അവങ്ക തൂക്കെന്താ? എഴുന്നേറ്റ് കാണില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചുമ്മാ ഒന്ന് ചോദിച്ചാ. ദേ, ഈ കോഫി അവന് കൊണ്ടുവന്നാ. ഇനിയിപ്പോ വേണ്ട, ചൂടാറി കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ല. അവന് എഴുന്നേറ്റ വേറൊന്നും ഉണ്ടാക്കി കൊടുത്താൽ മതി പാറു. അതും പറഞ്ഞ് സാറ് തിരികെ പോയതും ഡോറടച്ച് പാറു കോഫി ചുണ്ടോടടുപ്പിച്ചതും തലവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം പോലെ അവളുടെ മുഖമൊന്ന് തെളിഞ്ഞു. ഒരു സിപ്പ് കൂടിയെടുത്ത് ഉറങ്ങിക്കിടക്കുന്നവനൊന്നുകൂടെ നോക്കി പാറു ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോഴും എങ്ങനെ അവനെ ഫേസ് ചെയ്യുന്നോർത്ത് പെണ്ണിന് ചെറിയ ടെൻഷൻ ഇല്ലാതെയില്ല. എങ്കിലും ഇനി അവനിൽ തനിക്ക് അകന്നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അല്ലെങ്കിലും വഴക്കൂടി നടക്കുമെങ്കിലും തന്റെ മനസ്സ് അവനിൽ നിന്ന് ഒരിക്കൽ പോലും അകന്നിട്ടില്ല. ഇപ്പൊ ശരീരം കൂടി അവനിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നു. കൈയെത്തിച്ച് ബെഡിലാകെ പരതിക്കൊണ്ടാണ് എയ്തൻ കണ്ണു തുറന്ന്. ഉറക്കങ്ങനെ അങ്ങ് വിട്ടുമാറിയിട്ടില്ല. എന്നാലും തനിക്കരികിൽ കിടക്കുന്നവളെ കാണാതെ ആയതും അവന്റെ മുഖം മങ്ങി. സമയം ഇത്രയായില്ലേ, ഇനി താഴെ പോയി കാണൂ ചിന്തിച്ചുകൊണ്ട് അവൻ പുതപ്പൊലിച്ചിട്ട് ബെഡിന്റെ ക്രാസിലേക്ക് ചാരിയിരുന്നു. ജനലിലൂടെ ബാൽക്കണിയിൽ നിൽക്കുന്നവളെ കണ്ട് പതിയെ ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ ഷോർട്ട്സും എടുത്തിട്ട് വാഷ്റൂമിൽ കയറി ജസ്റ്റ് ഒന്ന് മുഖം കഴുകി ഫ്രഷായി അങ്ങോട്ടേക്ക് നടന്നു. അവിടെ കെട്ടൊക്കെ എന്നതായാലും ഇറങ്ങിക്കാണും. പെണ്ണ് എങ്ങനെയാവും പ്രതികരിക്കാന്നൊരു പിടിയുമില്ല. ഇന്നലെ നടന്നൊക്കെ ഓർക്കുമ്പോ എന്നെ കൊല്ലാതെ വിട്ടാ ഭാഗ്യം. കർത്താവേ, കൂടെ ഉണ്ടാവില്ല നീ മിനിച്ചേക്കണേ. ഒരു നിമിഷം മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ഇടുപ്പിലായി ചുറ്റിപ്പിടിച്ചതും അവളുടെ ഒരു ഞെട്ടിലും തല്ലും പ്രതീക്ഷിച്ചതിനെ ഞെട്ടിച്ചുകൊണ്ട് പാറുവിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒന്നുകൂടെ അവൾ അവനെ നെഞ്ചിലേക്ക് ചാരി നിന്നും അടങ്ങാത്ത പ്രണയത്തോടെ ഏതൻ അവൾ ഒന്നുകൂടെ അടക്കി പിടിച്ച് പിൻകഴുത്തിൽ മുഖം അമർത്തിയിരുന്നു. താങ്ക് യു പാറു, താങ്ക് യു സോ മച്ച്. ചെവിക്ക് താഴെയായി അവന്റെ അധരങ്ങൾ കൂടെ പതിഞ്ഞതും അവളൊന്ന് തല വെട്ടിച്ചു മാറ്റി. എതുക്ക്? അടക്കി പിടിച്ചുള്ള അവളുടെ ചോദ്യത്തിന് മറുപടി എന്ന പോലെ ഇതിന്റെ കൈകൾ ഒന്നുകൂടെ അവളിൽ മുറുകി. ഫോർ ദി ലാസ്റ്റ് നൈറ്റ്, നൗ യു ആർ കംപ്ലീറ്റ്ലി മൈൻ ഇൻ എവറി സെൻസ്. കാതിൽ പതിച്ച അവന്റെ സ്വരത്തിൽ അവളൊന്ന് വിറച്ചു. നിനക്ക് വല്ല ഓർമ്മയുണ്ട് എന്റെ പാറുകൊച്ചേ? ഇല്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ഇപ്പോഴും റെഡിയാ. നമുക്കെല്ലാം ഒന്നേന്ന് തുടങ്ങാന്നേ. എന്റെ കൊച്ചിന് വേണ്ടി ഫസ്റ്റ് മോർണിംഗ് ആഘോഷിക്കാൻ ഈ ചായനൊരു വിഷമവുമില്ല. ഇപ്പൊ ഈ നിമിഷം ഐ ആം ഓക്കെ. നീ ഒന്ന് മോളിയാ മാത്രം മതി. കുറുമ്പോടാവൻ പറഞ്ഞു കഴിഞ്ഞില്ല. പ്രതീക്ഷിക്കാതെ വെട്ടിത്തിരിഞ്ഞ് പാറു തള്ളി അവനെ തള്ളി മാറ്റിയതും എയ്ത 2 അടി പുറകോട്ട് പോയി. കർത്താവേ, പണി പാളിയോ? കണ്ണു നിറച്ച് മുഖവും ചോപ്പിച്ച് നിൽക്കുന്നവളെ കണ്ട് അവൻ നെഞ്ചിൽ കൈവച്ച്. സത്യം പറഞ്ഞ അവൾക്ക് എന്നതിലൊക്കെ ഓർമ്മയുണ്ടാവുന്ന കരുതിയെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു.
അതാണല്ലോ താൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു കുലുക്കൊല്ലാ നിന്ന്. ഇനി ഇവൾക്കൊന്നും ഓർമ്മ കാണില്ല എന്റെ കർത്താവേ. എന്നാ പറ്റി എന്റെ പാറുകൊച്ചിന്? നിന്റെ ഇച്ഛാനല്ലേടി. ഉള്ളിന്റെ ഉള്ളിൽ എന്റെ കൊച്ച് കെട്ടിപ്പൂട്ടി വെച്ചെല്ലാം പുറത്തേക്ക് ഇട്ടപ്പോ ഞാൻ എങ്ങനെ പിന്നെ പിടിച്ചേക്കാനാ? കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ? ചുണ്ടു ചുളുക്കി ഓരോന്ന് എണ്ണി പറഞ്ഞു നിൽക്കുന്നവനെ കണ്ട് ഒരു നിമിഷം പാറുവിന് ചിരി വന്നു പോയി. അതവൻ കാണാതിരിക്കാൻ അവൾ പെട്ടെന്ന് തിരിഞ്ഞുന്നതും എയ്തന്റെ മുഖം വീണ്ടും വാടി. കുറെ നേരം ഷവറിന്റെ കീഴിൽ നിന്നതിനൊപ്പം കുടിച്ചതൊരുവിധം ഛർദ്ദിച്ചും പോയിരുന്നല്ലോ. പിന്നെ നടന്നൊക്കെ അവൾ കുറച്ചെങ്കിലും ബോധമുള്ളപ്പോഴാണ്. അപ്പൊ ഇത്തിരിയെങ്കിലും ഓർമ്മ കാണണ്ടേ? ഇനി ഓർമ്മയില്ലെങ്കിൽ തന്നെ ഇതിന്റെ പേരിൽ പിണങ്ങിയിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് തന്നെ അവൻ അവൾക്ക് ഇരുവശത്തുമായി കൈകുത്തി നിന്നു. നീത്തി രാത്രി എന്നെ നടന്നിരിച്ച്? ഇന്നലെ രാത്രി നടന്നത് ഇവൾക്ക് അറിയില്ലേ? പാറുവിന്റെ ചോദ്യം കേട്ട് ആ നിമിഷം അവന്റെ മുഖമൊന്ന് വിടർന്നു. ഇനിയിപ്പോ അവൾക്ക് ഓർമ്മയില്ലെങ്കിൽ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കാൻ തന്നെ ആ ചെക്കൻ നിന്ന്. അവളിപ്പോ ചോദിച്ച സ്ഥിതിക്ക് പിന്നെ ഒന്നും അവൻ നോക്കിയില്ല. വള്ളി പുള്ളി തെറ്റാതെ ഇന്നലെ നടന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നാലും എന്റെ പാറു, ഇന്നലെ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം പറഞ്ഞേ, ഒരു തുള്ളി പോലും കുടിക്കാതെ വന്ന എന്നെ നീ വല്യപ്പച്ചന്റെ വാറ്റൊടിച്ച് അട്ടപ്പടെല്ലാം ഞെട്ടിച്ചളഞ്ഞില്ലേടി? ഞെട്ടിയാലെന്നാ നമ്മുടെ ശാന്തി മുഹൂർത്തം മൊത്തത്തിൽ അങ്ങ് കളറായില്ലേ? വല്യപ്പച്ചന്റെ വാറ്റ് പോയിട്ട് ഈ ലൈഫിൽ ഞാൻ ഇന്ന് വരെ കുടിച്ച എല്ലാ സാധനത്തിനേക്കാളും വല്ലാത്തൊരു ലഹരിയല്ലേ ഇന്നലെ ഇച്ചായനെ കിട്ടിയത്. ഇനി നിന്റെ ഇച്ചായന് അത് കിട്ടിയേ പറ്റത്തുള്ളൂ. കുറുമ്പോടെ പറഞ്ഞു നിർത്തി അവനൊന്നുകൂടെ അവളിലേക്ക് ചേർന്ന് നിന്നു. കർത്താവേ, എല്ലാം കേട്ടുകഴിഞ്ഞ് പെണ്ണിന്റെ ബോധം പിന്നെയും പോയാ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ തന്റെ കൈക്കുള്ളിൽ അനുസരണയോട് ഒതുങ്ങി നിൽക്കുന്നവളെ കണ്ട് അവന്റെ ചിന്തകൾ വീണ്ടും കാട് കയറി. എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ ഓർമ്മയുണ്ടെങ്കിലും ഏതിനു മുന്നിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവനോട് ഇന്നലെ നടന്നതിനെ കുറിച്ച് പെണ്ണ് ചോദിച്ചു തന്നെ. ബാത്റൂമിൽ വന്ന് അവന്റെ മടിയിലേക്കിരുന്ന് അവനുമായി ബെഡിലേക്ക് വീണ തൊട്ടാണ് അവൾക്ക് വ്യക്തമായി ഓർമ്മയുള്ളത്. അതിനു മുന്നേ കരിക്കുടിച്ചു കഴിഞ്ഞ് മീയുടെ മുറിയിൽ നിന്ന് എങ്ങനെ ഇവിടേക്ക് എത്തിയെന്നോ, അവന്റെ കൂടെ ബാത്റൂമിൽ കയറിയെന്നോ, ദാവണി എടുക്കാൻ വാശി പിടിച്ചെന്നോ, അങ്ങനെയെല്ലാം ഇതും പറയുമ്പോഴാണ് അവളും അറിയുന്നത്. എങ്കിലും തന്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് ഇന്നലെ നടന്നെന്ന ബോധമുള്ളതുകൊണ്ട് തന്നെ അവനോടൊന്നും പറയാനുള്ള മനോധൈര്യം പാറുവിന് കിട്ടുന്നില്ല. ആകെ ഒരു വെപ്രാളവും പരവേശോളം പൊതിഞ്ഞു. അതുകൊണ്ട് തന്നെ അവന്റെ പിടിയിൽ നിന്ന് അകന്നു മാറുന്നതിനെ കുറിച്ച് പോലും പാറു വിസ്മരിച്ചു പോയിരുന്നു. നിജമാവി നേരത്തേക്ക് നീ കുടിക്കവില്ല? ഉള്ളിലുള്ള വിറയലിനെ അടക്കി നിർത്തി പാറു പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചത് എയ്തന്റെ കണ്ണുകൾ വീണ്ടും മിഴിയുകയാണ് ചെയ്ത്. കർത്താവേ, ഒരു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ഇത്രയും മാറ്റോ? ഇന്നലെ വരെ കടിച്ചു കീറാൻ വന്ന പെണ്ണ ഇന്നൊരു പൂച്ചക്കുട്ടിയെ പോലെ തന്നെ നെഞ്ചിലും പറ്റിച്ചേർന്നിങ്ങനെ നിൽക്കുന്നത്. എന്നോടാ പാതി കിട്ടിക്കണേ, ഞാൻ സ്വന്തം കേൾക്കവേ ഇല്ലേ? നീ ഇന്നലെ നൈറ്റ് കുടിച്ചോന്ന്? എനക്കൊന്നെ കൊഞ്ചം കൂടെ വിശ്വാസമില്ലേ? സത്യമാസമല്ലോ, നീ ഇന്നലെ കുടിച്ചില്ലേ? അവന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ട് തള്ളികൂടാൻ അവസരം കിട്ടിയ പോലെ അടുത്ത നിമിഷം തിരിഞ്ഞെന്ന് കണ്ണു കൂർപ്പിച്ച് നോക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണുന്ന് ചുരുങ്ങി. ദപ്പത്തതാണ് കാര്യം. അവളുടെ മുഖത്തെ പരിഭ്രമവും വീർപ്പിച്ചു വെച്ചിരിക്കുന്ന കവിളിലെ ചെഞ്ചുവപ്പും തന്നെ നോക്കാൻ കഴിയാതെ പിടക്കുന്ന മിഴികളും വിറച്ചു കയറിയ മൂക്കിൻ തുമ്പും ചെഞ്ചുണ്ടുകളും അവന് മനസ്സിലായി കൊടുത്തിരുന്നു പെണ്ണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. ഒരു നിമിഷം ഇതുവരെ അവളോട് തോന്നാത്ത വല്ലാത്തൊരിഷ്ടം ആ നിമിഷം ഇതിന് തോന്നിപ്പോയി. അവളെ കെട്ടിപ്പിടിച്ച് കൊഞ്ചിക്കാൻ പോകുന്നൊരിഷ്ടം. ഞാൻ ഇന്നലെ കുടിച്ചിട്ടില്ലാന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ എന്നാത്തിനാ എന്റെ കൊച്ചിങ്ങനെ ചൂടാവുന്നത്? ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ആ തുടുത്ത കവിളിൽ തന്നെ അവന്റെ അധരങ്ങൾ ശക്തിയിൽ അമർന്നിരുന്നു. സുമ്മായിരിക്കും വിറയിലോടെ പറയുന്നതിനൊപ്പം അവനിൽ നിന്ന് അവൾ മുഖം തിരിച്ചു പിടിച്ചു. നാണാണോ എന്ന പാറുകൊച്ചിന്? കുസൃതിയോടെ അവിടെ അടുത്തേക്ക് മുഖം കുനിച്ചുകൊണ്ടാൻ വന്നതേ പാറു വെപ്രാളത്തോടെ അവനെ നോക്കി. അധരങ്ങളിൽ അറിയാതെ വിരിയുന്ന പുഞ്ചിരി അവൻ കാണാതിരിക്കാൻ അവൾ ഒന്നുകൂടെ മുഖം കുനിച്ച് കളഞ്ഞു. ഇട്ടും റാസ്കിൻ, സുമ്മാ എന്നെ തൊന്തരു പണ്ണാതെ, എനിക്ക് പോണം. അവന്റെ കൈ വിടുവിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടിപ്പോയാൽ മതി എന്നായി പാറുവിന്. എന്തോ അവന് മുന്നിൽ ഇങ്ങനെ ചമ്മി നിൽക്കാൻ അവളുടെ ഈഗോ ഒട്ടും സമ്മതിക്കുന്നില്ല. അതിലുപരി അവനോടൊന്ന് ഒച്ചയെടുത്ത് പറയാൻ പോയിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും താനിപ്പോൾ അശക്തിയായി പോയോ എന്നോർത്തത് പാറുവിനെ പോലും അതിശയം തോന്നിപ്പോയി. ഞാൻ ചോദിച്ചതിനൊക്കെ ഒരു മറുപടി പോലും തരാതെ അങ്ങനെ കൊച്ചിനെ എനിക്ക് ഇവിടുന്ന് വിടാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്നലെ കള്ളും പുറത്ത് പറഞ്ഞില്ല, ഇന്ന് പച്ചക്ക് ഇച്ചായനോട് പറഞ്ഞു. എന്നിട്ട് വേണം നമ്മുടെ സെക്കൻഡ് ശാന്തി മുഹൂർത്തം എന്ന് എപ്പോ വേണമെന്ന് ഇച്ചായനെ തീരുമാനിക്കാൻ. വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് തിണർത്തി കിടക്കുന്ന അവളുടെ കഴുത്തിലെ പാടിലേക്ക് അവന്റെ ചുണ്ടുകൾ അമർന്നു. പാറുവിന്റെ കണ്ണുകൾ ഒന്നുകൂടെ മിഴിഞ്ഞു വന്നിരുന്നു. ഓനക്ക് എപ്പോഴും ഇതേപ്പറ്റി താൻ യോസന. അവനെ നെഞ്ചിൽ പിടിച്ച് പാറു തള്ളു കൊടുത്തു. പിന്നെ ഞാൻ എന്നാ ചിന്തിക്കാനാടി? ഇന്നലെ കണ്ട കാഴ്ചകളല്ലാതെ വേറെ ഒന്നും എന്റെ മൈൻഡിലില്ല കുഞ്ഞ്. വല്ലാത്തൊരു ചിരിയോട് അവൻ ചുണ്ടുകടിച്ചു. അസിംഗമാ പേസാടെ പൊറുക്കി. പാറു ചെവിപ്പത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്നിരുന്നു. അസിംഗമാ, നീ എന്നതാ കൊച്ചി പറയുന്നേ? അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? നിന്നോടല്ലാതെ ഇച്ചായൻ ആരോടാ ഇതൊക്കെ പറയവണ്ണേ? ഇനി പറയുന്നതിന്റെ കൊച്ചിന് കുഴപ്പമാണെങ്കിൽ പറയുന്നില്ല.
പക്ഷേ ചെയ്ത് കാണിക്കാലോ. നീ ഒന്നുമേ കട്ട വേണ്ട, വിടുങ്കോ, ടൈം ഒരുപാടാച്ചു, എനിക്ക് താഴെ പോണം. ടോപ്പിനിടയിലൂടെ ഇടുപ്പിലേക്ക് അരിച്ചു കയറി അവന്റെ കയ്യിൽ പാറു വിറച്ചുകൊണ്ട് പിടുത്തമിട്ടു. അങ്ങനെ ഇപ്പൊ എന്റെ കൊച്ചി ഇച്ചായന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിക്കണ്ട. പറ, ഇന്നലെ എന്നോട് പറഞ്ഞൊക്കെ ബോധത്തിൽ അങ്ങ് പറഞ്ഞേക്ക്. എനിക്കൊന്നുമേ യാപകയില്ലടാ. അവന്റെ കയ്യിൽ കിടന്ന് സിണുങ്ങി പെണ്ണ് പിടിപിടിക്കാൻ നോക്കിയെങ്കിലും അവന്റെ കാര്യത്തിൽ തെല്ലോ അയഞ്ഞില്ല. അയ്യോ, ഒരു ഇള്ളക്കുഞ്ഞ്, ഓർമ്മയില്ല പോലും. ഓർമ്മയില്ലെങ്കിൽ നീ ഇങ്ങനെ എന്റെ കൈ നിൽക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്റെ പാറൂട്ടി. അപ്പൊ അത് വിട്, എന്നിട്ട് എന്നോട് പറ ഐ ലവ് യൂന്ന്. കണ്ണുകൾ ചിമ്മി അടച്ച നാണത്തോടെ പറഞ്ഞു നിർത്തിയവനെ കണ്ട് പെണ്ണിന്റെ ചുണ്ടുകൾ കൂർത്തു. ആമടാ, എനിക്കെല്ലാം യാപം ഇருக்கு. ആണോ എന്നോട് சொல்றதுக்கு എനിക്ക് മനസ്സിലായി. നീ എന്നെ ചെയ്യും? ഞാൻ എന്നൊക്കെ ചെയ്യുന്ന എന്റെ കൊച്ചിന്നലെ അറിഞ്ഞതല്ലേ. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം വേസ്റ്റല്ലടാ പാറു. കുറുമ്പോടെ തന്നെ അവ പറഞ്ഞു. പാറു മുഖം തിരിച്ചു. ഉന്നോട് പേசுறதுக்கு ഞാനില്ല, വിടുങ്കോ, എനിക്ക് പോണം. എന്നാ ശരി, എന്റെ കൊച്ചിന് ഇപ്പൊ പറയാൻ പറ്റില്ലേ വേണ്ട, ഞാൻ വിടാം. പക്ഷേ ഇച്ചായന്റെ ഒരു സന്തോഷത്തിന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്നിട്ട് പൊക്കോ. അയ്യടാ, അത് പൂതി ഉള്ളിൽ വെച്ചിക്കോ, എന്നോട് പട്ടി തരുന്ന എനിക്ക് ഉമ്മ. കണ്ണക്കുരുട്ടി നാണൊക്കെ പോയി പെണ്ണ് പഴയ ഫോമിലായിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഇന്നലെ എനിക്ക് ഉമ്മ എന്നൊക്കെ നിന്റെ പട്ടിയായിരിക്കും അല്ലേ? അല്ല, എവിടേക്കോ തന്നത് എന്റെ കൊച്ചിന് ഓർമ്മയുണ്ടോ? കർത്താവേ, അത് ഓർക്കുമ്പോ ഉള്ളിലൊരു കൊള്ളിയില്ല. എന്നാലും ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞാന്റെ പാറെന്നുള്ള ഇച്ചായന്റെ തെറ്റിദ്ധാരണ ഇന്നലെ രാത്രിയോട് നീ തിരുത്തി തന്നില്ലേ? എന്തായിരുന്നു പെർഫോമൻസ്? എന്റെ പൊന്നോ, നീ എന്തൊക്കെയാ ചെയ്തെന്നറിയോ? അവന് ബാക്കി പറയാൻ സമ്മതിക്കാതെ പാറു ആപ്പത്തി കൊണ്ട് ദയനീയമായി ഇതിനെ നോക്കി. ഒറ്റ നിമിഷം കൊണ്ടാണ് ചീറിക്കൊണ്ടുവന്നാൾ അവൻ അടക്കി കയ്യിൽ നിർത്തിയത്. അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പതിയെ അവനത് നുണഞ്ഞതും പാറു പെട്ടെന്ന് കൈയെടുത്തു. അപ്പൊ എങ്ങനെയാ, തരുമല്ലടാ? ഇജാന്റെ ചുണ്ടുകളെ കൊച്ചിന്റെ ഉമ്മയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക, ബീവറേജിലെ കുടിയന്മാര് കാത്തു നിൽക്കുന്ന പോലെ. കൂടാതെ അവന്റെ ചുണ്ടിലെ ചിരിയെ നോക്കി പെണ്ണിന്റെ മുഖം വീർത്തു. ശരി, ഞാൻ ചിരിക്കുന്നില്ല, തന്നേക്ക്. ചുണ്ട് കടിച്ചു പിടിച്ച് അവൻ ചിരി അടക്കി. കണ്ണി മൂടും, അപ്പൊ തന്നെ ഞാൻ തരുവേ. ഓ പിന്നെ, ഇന്നലെ ഞാൻ കണ്ണടച്ചിട്ടാണല്ലോ നീ. എയ്തൻ പ്ലീസ്. ചുണ്ട് ചുളുക്കി അവൾക്ക് എഞ്ചിയതും ചുണ്ടെന്ന് കൂട്ടി അവൻ കണ്ണടച്ചു. ചുംബന ചൂടിൽ ആഴത്തിൽ കുഴിഞ്ഞവന്റെ നുണക്കുഴിയിൽ അറിയാത്ത അമർന്ന പാറുവിന്റെ പല്ലിന്റെ കടുപ്പത്തിൽ എയ്തന്റെ കൈകൾ അവളിൽ വല്ലാതെ മുറുകി. ഇതുകൊണ്ടൊന്നും എനിക്ക് മതിയാവില്ല കേട്ടോ, തരേണ്ടിടത്ത് തന്നാലേ ഞാൻ. അകന്നു മാറുന്ന അവളുടെ ശ്വാസം അറിഞ്ഞ് ചുണ്ടുകൂർപ്പിച്ചവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ പാറുവിന്റെ അധരങ്ങൾ അവന്റെ കീഴ്ചുണ്ടിനെ കവർന്നെടുത്തിരുന്നു. കണ്ണുകൾ ഇറുകി അടച്ചവൻ തുറന്നതും തന്റെ ഇരുതളങ്ങളെയും മാറി മാറി നുകരുന്നവളെ കണ്ട് ചെക്കന്റെ കണ്ണ് മിഴിഞ്ഞു. ഒരു നിമിഷം തന്റെ ചുണ്ടുകളെ അവൾ പറിച്ചെടുക്കുകയാണെന്ന് അവന് തോന്നിപ്പോയി. അത്രയ്ക്ക് ആവേശത്തിലാണ് അവള്. കുതിച്ചു പൊങ്ങുന്ന വികാര തീവ്രതയിൽ അവളിൽ അവന്റെ കൈകൾ ശക്തിയിൽ അമർന്നു മാറി. പാറു കിതച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു നിന്ന് അവനെ നോക്കി കിതച്ചതും കുറച്ചു മുന്നേ കീഴ്ചുണ്ടിൽ ആഴുന്നവളുടെ പല്ലിന്റെ നീറ്റലിൽ അവനൊന്ന് എരിവ് വലിച്ചു. ഇത് போதுமா உனக்கு கிஸ்? சும்மா என்ன தொந்தரவு பண்ணாதே, எனக்கும் പിടിച്ചു പോச்சு എന്നോട് എല്ലാം. അവനെ നോക്കി കണ്ണിറുക്കി പറഞ്ഞു പാറു പുറത്തേക്ക് ഓടിയത്. അവൾ എന്നതായി പറഞ്ഞെന്നോർത്ത് കിളി പറത്തി നിൽക്കിയായിരുന്നു എഴുതാൻ. അപ്പോഴും സാറ കൊണ്ടുവച്ച കോഫി എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചത് ഉച്ചത്തിൽ കേട്ട ഫോണിന്റെ ബെല്ലടിയിൽ ചെവി പൊത്തിക്കൊണ്ടാണ് ഭാഗ്യം ഫോൺ എടുത്ത് നോക്കിയത്. മീ എപ്പോഴും ഉറക്കമാണ്. സാറ വന്ന് വിളിച്ചിട്ടും എഴുന്നേൽക്കാൻ പറ്റാതെ കിടപ്പാണ് അവൾ. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന ആദിയുടെ മുഖം കണ്ട് ഭാഗ്യം ചിരിയോടെ കോൾ എടുത്തു. കേട്ടൊക്കെ ഇറങ്ങിയോ ശ്രീ? കുറുമ്പോട് അപ്പുറന്ന് കേട്ട അവന്റെ ചോദ്യത്തിൽ ഭാഗ്യം അങ്ങ് ഞെട്ടി. ആദിക്ക് ഇങ്ങനെ അറിയാം? അതേ പകപ്പോട് അവൾ ആരാണ്? പിന്നെ എനിക്കറിയാതെ ഇന്നലെ മോൾ ആരാ റൂമിലാക്കിയെന്ന് വിചാരിച്ചേ? അവന്റെ അപ്പുറന്ന് കേട്ട ചിരി ഭാഗ്യം നന്നായി ചാമി. എനിക്ക് ഓർമ്മയില്ലാതെ. എങ്ങനെ ഉണ്ടാവനാ? അമ്മാതിരി സാലേ വലിച്ചു കയറ്റിയത് മീയെ കൊണ്ടുവന്നതാ. അങ്ങനെ എല്ലാ കുറ്റങ്ങൾ കൊടുക്കണ്ട. നെയ്യും മീയും കൂടിയാണ് കരിക്കും ബീർ എടുത്തേന്ന് സാറേച്ചി പറഞ്ഞല്ലോ. അത് കരിക്കല്ലേ? നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കള്ള് മിക്സ് ചെയ്ത് ഞങ്ങൾക്ക് അറിഞ്ഞോ? ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അടിച്ച് പൂക്കുറ്റിയായിട്ട് കാണാനൊരു ചേലൊക്കെ ഉണ്ടായിരുന്നു. ഒരു നിമിഷം ചിരിയോടെയുള്ള അവന്റെ പറച്ചിൽ കേട്ട് പെണ്ണിന് ചെറുതായി നാണൊക്കെ വന്നു. എന്നാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ എന്റെ മോള് പോയി തല നന്നായി നനച്ച് ഭക്ഷണം കഴിച്ചിരിക്കുക. ആ ക്ഷീണമൊക്കെ അങ്ങ് പോട്ടെ, അപ്പോഴേക്കും ഞാനങ്ങെത്താം. അവളിൽ നിന്നൊരു മോളിൽ മറുപടിയായി കിട്ടിയത് ആദ്യ ചിരിയോടെ ഫോൺ വെച്ചിരുന്നു. ഫോണിൽ അവന്റെ ഫോട്ടോയിൽ അതേ ചിരിയോടെ അധരങ്ങൾ പതിപ്പിച്ചുകൊണ്ട് ഭാഗ്യം വീണ്ടും കോഫി കപ്പ് ചുണ്ടോട് അടുപ്പിച്ചു. ജോഗിങ് കഴിഞ്ഞു വരുമ്പോഴാണ് ട്രെയിൻ കൊണ്ട് സാറ ആദ്യത്തിന് മുമ്പിലെത്തിയത്. ഇന്നലെ കുടിച്ചില്ലെന്ന് ഒറ്റ കാരണം കൊണ്ട് കിടന്ന് കിറങ്ങിക്കിടന്നവർക്കെല്ലാം കോഫി സപ്ലൈ സാറയുടെ വകയാണ്. ദീനുവിന് കൊടുത്തേളാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കോഫി കപ്പ് കൂടി എടുത്തിട്ടാണ് ആദം മുകളിലേക്ക് കയറിയത്. ബെഡിൽ യാതൊരു ബോധവുമില്ലാതെ മയങ്ങിക്കിടക്കുന്നവളെ കണ്ട് ചെറു ചിരിയോടെ അവൻ കോഫി കപ്പ് ടേബിൾ വെച്ച് അവിടെ അടുത്തേക്ക് നടന്നു.
ഇന്നലെ നെഞ്ചത്തടിച്ച് തന്റെ മുമ്പിൽ കിടന്ന് കാറിപ്പൊളിച്ച് ബോധം പോകുന്നവരെ എണ്ണിയാൽ തീരാത്ത ഉമ്മയും വായിച്ചു കൂട്ടിയവളായി കിടക്കുന്നെന്ന് ആരെങ്കിലും കണ്ടാ പറയോ? അവളുടെ തുടുത്ത കവിളിലാതെ അമർത്തിയൊന്ന് കടിച്ചു പെണ്ണൊന്ന് ചിണുങ്ങി. ദീനു ദീനു എഴുന്നേറ്റടി. കുറെ വിളിച്ച് അവസാനത്തെ ഡീവിളിൽ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റവൾ മുന്നിൽ നിൽക്കുന്നവനെ തുറിച്ചു നോക്കി. ഒരു നിമിഷം അവളുടെ പകപ്പോടെയുള്ള നോട്ടം കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് ആദം പുരികമുയർത്തി. പെണ്ണിന് അപ്പോഴും ഒരു കുലുക്കവും ഇല്ല. അതേ അന്താളിപ്പോടെ അവനെ മെഴിച്ചു നോക്കി ഇരിപ്പാണ്. ഡേ എന്നാ നോക്കിയിരിക്കാം, പോയി മോങ്ങഴി കോഫി എടുത്ത് കുടിച്ചേ. തലവേദന എടുക്കുന്നില്ലേ? അതൊക്കെ അങ്ങ് പൊയ്ക്കോളും. ശക്തിയിൽ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആദം പറഞ്ഞതേ പെണ്ണ് വീണ്ടും ഞെട്ടി. ഈ വെള്ളക്കൊണ്ട് പറച്ചിലിനൊപ്പം കവിളിലായി അവൻ അമർത്തിമുത്തി എഴുന്നേറ്റിരുന്നു. ഇപ്പൊ എന്റെ ദീനാമ ഓക്കെ ആയോ? പോയി കുളിയടിച്ചാവുമേ, നാറിയിട്ട് വയ്യ. കുറുമ്പോടെ പറഞ്ഞവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചു വിട്ടാൻ ബാൽക്കണിയിലേക്ക് പോയതും ഉള്ള ബോധം കൂടി പോയ പോലെ കവിളിൽ കൈയും വെച്ച് ബെഡിലേക്ക് വീണവൾ പെട്ടെന്ന് തലയൊന്ന് കുടിഞ്ഞ് ബാത്റൂമിലേക്ക് എഴുന്നേറ്റ് ഓടിയിരുന്നു. കൊച്ചിന്റെ ചെന്നൈയിലുള്ള കമ്പനിയിലെ ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിഞ്ഞല്ലേ, ഇനി അവിടെ തന്നെ തുടരാനാണോ മോൾക്ക് താല്പര്യം? ജേക്കബിന്റെ ചോദ്യം കേട്ട് പാറു തലയുയർത്തിയാളെ നോക്കി. അங்கே കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ആശയില്ലേ അപ്പ, എങ്കിൽ ഏതാവത് കമ്പനിയിൽ പാക്കലാം. ഭാഗ്യം അതാ ഡിസൈഡ് ചെയ്തിട്ടേ. ഭാഗ്യത്തെ കൂടെ നോക്കി അവൾ തന്റെ അഭിപ്രായം പറഞ്ഞു. കേൾക്കാൻ ആഗ്രഹിച്ച് കേട്ട പോലെ അയാളുടെ മുഖം വിടുന്നു. അപ്പൊ പിന്നെ എന്നാത്തിനാ നമ്മൾ വേറെ കമ്പനി നോക്കുന്നത്? നമ്മുടെ കമ്പനി തന്നെ അങ്ങ് ജോലി കയറിയാ പോലെ ഇവർക്ക്. ഔസേപ്പ് ചാടി കയറി പറഞ്ഞത് താൻ പറയാൻ തുടങ്ങിയ കാര്യം അപ്പം പറഞ്ഞു കേട്ട് കണ്ണൂർപ്പിച്ച് നോക്കി. ആ പച്ച, ഞാനോ തന്നെയാ പറയാൻ വന്നത്. എന്നതായാലും എന്റെ ഈ സന്തതി അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂലെന്ന് എനിക്കറിയാം. അവനാ തോട്ടം നോക്കി കഴിഞ്ഞോളൂ, മക്കളെങ്കിലും അങ്ങോട്ട് വാ. ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആസ്വദിച്ച് ചിക്കനും വെള്ളയപ്പവും തട്ടുന്നവനെ നോക്കി പുച്ഛിച്ച് ജേക്കബ് പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന പോലെ അവൻ തന്റെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. മക്കൾക്ക് അവിടെ ജോലി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വല്യമ്മച്ചി സമ്മതത്തിനെന്നോളം ചോദിച്ചും അവർ പെട്ടെന്ന് പ്രശ്നമൊന്നുമില്ലെന്ന പോലെ പെട്ടെന്ന് തലയാട്ടി. അങ്ങനെയാണെങ്കിൽ ഇവർ ചെന്നൈ പോയി കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിച്ചിട്ട് വരട്ടെ. അതിന് കല്യാണം കഴിഞ്ഞ് ഇവരെങ്ങോട്ടും പോയിട്ടില്ലല്ലോ, ഒരു ഹണിമൂൺ ട്രിപ്പ് കൂടി ആവട്ടെ. അലക്സ് പറഞ്ഞതിന്റെ ചിരിയോടെ സാർ അത് ഏറ്റുപിടിച്ചതും എയ്തൻ തലയുയർത്തി പാറുവിനെ നോക്കി. ഒരു നിമിഷം പാറുവിന്റെ നോട്ട് അവനിലേക്ക് വന്നു. അവൾ പിടച്ചിലോടെ തല താഴ്ത്തിക്കളഞ്ഞു. മുറിയിൽ നിന്നിറങ്ങി ഇതുവരെ ഒരു ഒളിച്ചുകളിയിലാണ് അവൾ. പാറു തന്ന കിസ്സിന്റെയും പെണ്ണിന്റെ മാസ് ഡയലോഗിന്റെയും അർത്ഥമൊക്കെ മനസ്സിലായി വന്നപ്പോഴേക്കും അവന് പിടികൊടുക്കാതെ വഴുതി മാറിപ്പോയിക്കൊണ്ടിരുന്നു പെണ്ണ്. എവിടെയൊക്കെ പോയാലും എൻ്റെ അടുത്തേക്ക് തന്നെ എത്തുമല്ലോ. ഇപ്പതേ സുളിവിലൊരു ഹണിമൂൺ കൂടെ ഒത്തുകിട്ടി. ഒരു ചിരിയോടെ നുണഞ്ഞുകൊണ്ട് അവൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.